For my power is made perfect in weakness. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. നമുക്കൊരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുൻപിലും പിൻപിലും കാവലായി നിന്നു നീ, മുൻപിൽ നടക്കണമേ നിന്റെ ഇമ്പമുള്ള രാജ്യേ വന്നു ചേരും വരെ അൻപോടു കാക്കണമേ നിന്റെ ഇമ്പമുള്ള രാജ്യേ വന്നു ചേരും വരെ അൻപോടു കാക്കണമേ. ഇദ്ധരയിൽ എന്നെ എത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളു ഞാനപ്പനേ നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, മുൻപിലും പിൻപിലും നീ കാവലായി ഞങ്ങൾക്ക് മുൻപേ നടന്ന് വഴികാട്ടുന്ന ദൈവമായതുകൊണ്ട് സ്തോത്രം. ഈ ഭൂമിയിൽ ഞങ്ങളെ നീ ആക്കി വെച്ചല്ലോ. ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിപ്പാൻ ഞങ്ങളൊന്നുമില്ലല്ലോ. മാളിക്കൽ ഫാമിലിയായി ഞങ്ങൾ നിന്റെ സന്നിധിയിൽ താഴ്ന്നു. ഇന്ന് ഞങ്ങളുടെ ഗാന ആലാപനത്തിൽ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ, ഞങ്ങളുടെ സങ്കീർത്തന വായനയിൽ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ മധ്യസ്ഥ അണച്ചപ്പോൾ അങ്ങ് കേട്ട ദൈവമായതുകൊണ്ട് സ്തോത്രം. ഇപ്പോൾ ഞങ്ങൾ കർത്താവേ വചന കേൾവിക്കായിട്ട് ഒരുങ്ങുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ മധ്യാഗതനാകാമെന്ന് അറിഞ്ഞതുപോലെ നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ, നിന്റെ വചനത്തിന്റെ മറവിൽ ഞങ്ങളെ നീ നിറച്ചു കൊള്ളണമേ. ഏതാത്മാവാൽ എഴുതപ്പെട്ടു അതേ ആത്മാവാൽ ഞങ്ങൾക്ക് വിഭാഗിച്ചു തരണമേ. ഞങ്ങൾ ബലഹീനരാണല്ലോ കർത്താവേ, എന്നാൽ ഞങ്ങളെ ശക്തനാക്കുന്ന ഒരു ദൈവം ഞങ്ങളുടെ മധ്യേ കടന്നു വന്നതുകൊണ്ട് വചനത്തിന്റെ മർമ്മങ്ങളെ തിരിച്ചറിഞ്ഞ കൃപ ഞങ്ങൾക്ക് തരണമേ. അടിയന്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലെ ചിന്തകളും അങ്ങേക്ക് പ്രസാദമുള്ളതായി തീരണമേ. ഞങ്ങളുടെ പാറയും വീണ്ടെടുക്കുവാനായ കർത്താവേ, ആമേൻ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 12-ാം അധ്യായത്തിലെ ഒരു വാക്യമാണല്ലോ നാം വായിച്ച് കേട്ടത്. സാധാരണയായിട്ട് ഈ വാക്യം നാം എപ്പോഴും ഉരുവിടുന്നുണ്ട്. മിക്കവാറുമുള്ള എല്ലാ ഭവനങ്ങളുടെയും ഇത് എഴുതി വെക്കാറുമുണ്ട്. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. കോരിന്തിലെ സഭ എന്ന് പറയുന്നത് എല്ലാ മൂല്യച്യുതികളുമുള്ള സഭയാണെങ്കിലും അതുപോലെ തന്നെ ആത്മീയമായി അതിൻ്റെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു സഭയും കൂടിയാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഈ സഭയെക്കുറിച്ച് വളരെയേറെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. ദൈവസഭയ്ക്കും ആഖായിലെ വിശുദ്ധന്മാർക്കും സകല വിശുദ്ധന്മാർക്കും എഴുതുന്ന ലേഖനമെന്നാണല്ലോ ഈ സല്യൂട്ടേഷനിൽ തന്നെ ഈ വാക്യത്തിൽ ഈ ലേഖനത്തിൽ പറയുന്നത്. ഈ 12-ാം അധ്യായത്തിന് മുൻപുള്ള അധ്യായങ്ങളൊക്കെ നാം വായിച്ചാല് ഒരു ഉയർച്ചയും കാണും, ഒരു താഴ്ചയും കാണും. ദുഃഖം കാണും, സന്തോഷത്തിന്റെ അനുഭവം കാണും. വീഴുന്ന പീഡനം അനുഭവിക്കുന്നതായിട്ട് കാണും, ദൈവം വിടുതൽ കൊടുക്കുന്ന അനുഭവങ്ങൾ കാണും. രോഗങ്ങൾ കാണും, രോഗത്തിന് സൗഖ്യം കാണും. ഇങ്ങനെ പൗലോസിന്റെ ദൗത്യ ജീവിതത്തിലെ ഉയർച്ചയും താഴ്ചയും എന്ന അനുഭവങ്ങളെ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ അധ്യായങ്ങൾ ഇങ്ങനെ കടന്നു വരുന്നത്. അങ്ങനെ 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായതായ ഒരു വെളിപ്പാടിനെ കുറിച്ച് പ്രസ്താവിക്കുന്നത്. 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളിൽ അതാണല്ലോ വിവരിക്കുന്നത്. ഒരു 3-ാം വ്യക്തിയായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ ആ വെളിപ്പാടിനെ കുറിച്ച് പറയുന്നതെങ്കിലും വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് തന്നെയാണ് തനിക്കുണ്ടായതായ വെളിപ്പാട് എന്നാണ് അവിടെ പറയുന്നത്. ഇവിടെ പറയുന്നു, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. അവൻ 14 സംവത്സരം മുമ്പേ
മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു. അപ്പൊ മൂന്നാം സ്വർഗം പറുദീസയോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. അത് പൗലോസ് അപ്പോസ്തലനല്ലാതെ മറ്റാരുമല്ല. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. കുറിച്ച് ഞാൻ പ്രശംസിക്കും, എന്നെ കുറിച്ചോ എന്റെ ബലഹീനതകളല്ലാതെ ഞാൻ പ്രശംസിക്കും. ഇങ്ങനെ ആത്മീയമായ ഒരു ഔന്നത്യം നമുക്കറിയാമല്ലോ. മരിച്ചവര് ആരെങ്കിലും സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ പിന്നെ അവരുടെ മുഖം മ്ലാനമായിരിക്കും ഭൂമിയിൽ എന്ന് കേട്ടിട്ടുണ്ട്. അതിന് നല്ല ഉദാഹരണമാണ് ലാസർ. ലാസറ് സ്വർഗത്തിൽ ചെന്ന് സ്വർഗീയമായ അനുഭവം കണ്ടിട്ടാണ് കർത്താവ് ഉയർപ്പിക്കുന്നത്. അതുകൊണ്ട് ശേഷം പറയുന്നത്, നേരത്തെ പറഞ്ഞ ലാസറിന്റെ മുഖം ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ശോഭയുള്ളതായിട്ട് സന്തോഷമായി കണ്ടില്ല. കാരണം സ്വർഗത്തിലെ ഒരു വലിയ അനുഭവം കണ്ടിട്ട് വന്നതാണ്. ഇനി എനിക്ക് അങ്ങോട്ട് പോകണമെന്നുള്ള പ്രശംസയുള്ളൂ. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളുടെ എല്ലാം അനുഭവങ്ങളെല്ലാം അത് തിരസ്കരിച്ച് അല്ലെങ്കിൽ അതിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ജീവിക്കാൻ കാരണം ഉന്നതമായ ഒരു ദർശനം പൗലോസ് അപ്പോസ്തലന് ഉണ്ടായിരുന്നു. നമുക്കും എല്ലാം ശരിയാണ് എന്ന് തോന്നിയെങ്കിലും ചില കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മെ പിന്നോട്ട് നയിക്കാം. ഏതെങ്കിലും ഒരു കാര്യം എല്ലാം ശരിയാണ് എങ്കിൽ ഏതെങ്കിലും ഒരു രോഗം വരാം. ഒരു മെഡിക്കൽ റിപ്പോർട്ട് കിട്ടുമ്പോഴത്തേന് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന് നിരാശയുടെ അനുഭവം ഉണ്ടാകും. അല്ലെങ്കിൽ നാം ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കും. എല്ലാം ശരിയായി വന്ന് ഇനിയും നല്ലൊരു ജീവിതം നയിക്കാമെന്ന് വിചാരിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യം എല്ലാം ശരിയായി ഇരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിന് ഒരു വിടവ് അനുഭവപ്പെടുന്നത്. പൗലോസ് അപ്പോസ്തലന്റെയും ജീവിതത്തിൽ ഇത് തന്നെയാണ്. സ്വർഗീയമായ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൗലോസ് അപ്പോസ്തലന് എന്തുണ്ടായിരുന്നു? അവൻ പറയുന്നു, തനിക്കും ഒരു മുള്ളുണ്ടായിരുന്നു, ഒരു ശൂലമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിന് പൗലോസ് അപ്പോസ്തലൻ കൊടുക്കുന്ന വ്യാഖ്യാനം വെളിപ്പാടുകളുടെ ആധിക്യത്താൽ 7-ാം വാക്യം, ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു, ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. ഇത് പൗലോസ് അപ്പോസ്തലന്റെ വ്യാഖ്യാനമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ സാത്താൻ, ഇയ്യോബിന്റെ ജീവിതമൊക്കെ നമുക്കറിയാം. ചിലപ്പം പൈശാചികമായ ശക്തികളെ കൊണ്ടായിരിക്കും നമുക്ക് ശൂലം തരുന്നത്. എന്നാൽ ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്, ദൈവത്തിന് അതിന് ഒരു ദൈവത്തിന് അതിനൊരു വീണ്ടെടുപ്പുമുണ്ട് എന്നാണ് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ എന്നെ ശക്തനാക്കുന്നവൻ ഞാൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പൗലോസ് വരവപ്പെടുത്ത് പറയുന്നത് അതുകൊണ്ടാണ്. എന്റെ കൃപ നിനക്ക് മതി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു പ്രോമിസാണ്. കൃപയെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, അർഹത ഇല്ലാത്ത നമുക്ക് ലഭിക്കുന്ന ദാനം എന്ന് പറഞ്ഞാൽ, ഈ അടുത്ത സമയത്ത് കേട്ട ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് നമുക്ക് പണിഷ്മെന്റ് കിട്ടേണ്ടതാണ്, ശിക്ഷ കിട്ടേണ്ടതാണ്. ആ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു, എന്റെ കൃപ നിനക്ക് മതി. അപ്പം ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതിനൊരു പ്രോമിസോടെ ദൈവം കൊടുക്കുകയാണ്. പ്രശ്നമുണ്ടാകുമ്പോൾ അതിനൊരു വാഗ്ദത്തം കൊടുക്കുകയാണ്. അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ അതിന് തന്റെ ബലഹീനതയിൽ, തന്റെ വീക്ക്നെസ്സിൽ പ്രശംസിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ കാര്യങ്ങൾ, ജീവിതത്തിൽ എല്ലാം ശരിയായി എന്ന് നമ്മൾ തോന്നിയാലും ഒരുപക്ഷെ ചില പ്രശ്നങ്ങൾ നമ്മെ ഭാരപ്പെടുത്തും. നല്ല ജോലിയുണ്ട്, നല്ല കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ ശരിയായി, പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം നമ്മെ പിന്നോട്ട് വഹിക്കാം. എന്നാൽ ആത്മീയമായി നാം തളർന്നു പോകരുത്. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പിൽ ആദ്യ നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതായ ഈ വാക്യം ഇന്നും പ്രശസ്തമായി. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു പക്ഷേ നമ്മൾ വ്യാഖ്യാനിക്കും പൈശാചിക ശക്തികളാണെങ്കിലും അതിനൊരു ഉദ്ദേശം ഉണ്ടായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ ഒരു ഉദ്ദേശമുണ്ട്. ഞാൻ നിഗളിച്ചു പോകാതിരിക്കണം, എന്നെ കുറെ കൂടെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുപക്ഷെ നമുക്ക് അങ്ങനെയുള്ളതായ പ്രശ്നങ്ങൾ വരുമെന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ നാം തളർന്നു പോകരുത്. കാരണം അതിലൊരു വലിയ വാഗ്ദത്തം ദൈവം വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, അതിലൊരു വലിയ വാഗ്ദത്തം വെച്ചിരിക്കുന്നു. അങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ കോരിന്ത്യയിലെ വിശ്വാസികളെ ധൈര്യപ്പെടുത്തുന്നത്. നിങ്ങൾ അതിൽ തളർന്നു പോകരുത്, കാരണം എനിക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചതുപോലെ നിങ്ങൾക്കും അതിന് ലഭിക്കും. ഹല്ലേലൂയ, മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന് നാം പറയുന്നത് അതുകൊണ്ടാണ്. ഈ ആത്മീയമായ ഔന്നത്യത്തിൽ നിൽക്കും. ചിലപ്പോൾ നാം ചിലരൊക്കെയും ചിന്തിക്കും, അവൻ ദൈവത്തെ അറിയുന്നു, അവന്റെ കുഞ്ഞുങ്ങളെല്ലാം ദൈവപാതയിൽ നടക്കുന്നു, എന്നിട്ടും അവൻ എന്തുകൊണ്ട് ഇങ്ങനെയുള്ളതായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നൊരു പക്ഷേ
നമ്മെ നിന്ദിക്കും. ഹല്ലേലൂയ. നമ്മെ പരിഹസിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവം ഹല്ലേലൂയ അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ഹല്ലേലൂയ. അവൻ അറിയാതെ, കാരണം നമ്മെ സൃഷ്ടിച്ചതായ സൃഷ്ടാവിന് അറിയാം. ഹല്ലേലൂയ. നമുക്ക് എന്താണ് ആവശ്യമെന്നുള്ളത്. നാം നിഗളിച്ചു പോകാതിരിക്കണമെങ്കിൽ ശരീരത്തിൽ ചിലപ്പോൾ ഒരു ശൂലം ദൈവം തന്നിരിക്കും. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നദിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ. ഇതിനേക്കാൾ വലിയൊരു വെളിപ്പാട് പൗലോസിന് കിട്ടാനില്ല. പൗലോസ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പൗലോസിന് തന്നെയാണ് ആ വെളിപ്പാട് കിട്ടിയത്. സ്വർഗത്തോളം എടുക്കപ്പെട്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എല്ലാ മരണ വീട്ടിലും നമുക്ക് ആശ്വസിപ്പിക്കണമെന്ന വാക്യം തന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരും. കാരണം അവന് മൂന്നാം സ്വർഗം കണ്ടതാണ്, പർദീസ കണ്ടതാണ്. ജീവനോ ആദ്യം മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന ദൈവത്തെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന് പറയുവാനുള്ള വിശ്വാസം എന്തുകൊണ്ടാണ്? അവൻ അറിയാം, അവൻ ഉറച്ചു വിശ്വസിക്കുന്നു, അവൻ കണ്ടതാണ്, അവനെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ജീവിതത്തിൽ മുള്ളുകൾ ജഡത്തിൽ ഉണ്ടാകാം. എല്ലാം ക്രമമായ ജീവിതം വളരെ ഉയർച്ചയിൽ നിൽക്കുന്നെന്ന് തോന്നുന്ന അവസരങ്ങളിൽ ഒരുപക്ഷെ നമ്മെ പിന്നോട്ട് നയിക്കുന്നതായ ജീവിത അനുഭവങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് ഈ ഭാഗത്ത് നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ വളരെ വേഗം നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിൽ പെയിൻ ഉണ്ടാകാം, പക്ഷെ അതിനൊരു പർപ്പസ് ഉണ്ടായിരിക്കും. എന്നാൽ അതിൽ നാം നിരാശപ്പെട്ടു പോകരുത്. അതിൽ തന്നെ ഒരു പ്രോമിസ് ഉണ്ട്. ഇഫ് യു ഹാവ് പെയിൻ, there is a purpose and there will be a promise waiting for this. ഹല്ലേലൂയ. അപ്പൊ ഇതുപോലെയുള്ള ജീവിത അനുഭവങ്ങളിൽ എങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ അതിനെ നേരിട്ടത് എന്നുള്ളത്, കൃപയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, കൃപയെക്കുറിച്ച് നമുക്ക് ധാരാളം കാര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ കൃപയെന്ന് പറയുന്നത്, മൈ ഗോഡ്സ് ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ ഓൾ യുവർ നീഡ്സ്. നമ്പർ 1, ദൈവത്തിന്റെ കൃപ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും മതിയായതാണ്. നമ്പർ 2, the God's grace is sufficient for to remove your sin. പാപങ്ങളെ പോക്കുന്ന ദൈവത്തിന്റെ കൃപ മതിയായി. നമ്മുടെ ആവശ്യങ്ങളാണ് നമ്മുടെ പാപങ്ങൾ. മാത്രമല്ല, God's grace is sufficient for to reach the eternity. നമ്മെ നിത്യതയിലേക്ക് നയിപ്പിക്കുന്ന ദൈവത്തിന്റെ കൃപ. അപ്പൊ ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് ആ ഒരു പ്രസംഗം നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്യാം. God's grace is sufficient for all your needs. God's grace is sufficient for to remove your sin. കാരണം അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. God's grace is sufficient for it to reach the eternity. ഈ ലോകത്തിൽ അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം, പിന്നെയോ നിത്യതയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ദൈവത്തിന്റെ കൃപയാണ്. കൃപയെക്കുറിച്ച് ഞാൻ അവിടെ നിർത്തുകയാണ്. My grace is sufficient for you. കൃപ നമ്മുടെ ആവശ്യങ്ങൾക്ക് മതിയായത്, നമ്മുടെ പാപങ്ങൾക്ക് മോചിക്കുന്നു, കൃപ നമ്മെ നിത്യതയോളം നയിക്കുന്നു. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇതൊരു മറ്റൊരു ഭാഗത്തേക്ക് നിൽക്കുകയാണ്. എങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലനെ നേരിട്ടത്? ഈ ശൂലത്തെ ആത്മീയമായ ഔന്നത്യത്തിൽ നിന്ന് പറുദീസയോളം എടുക്കപ്പെട്ട പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നു, എനിക്ക് ജഡത്തിൽ ഒരു ശൂലമുണ്ട്. ഒരു പക്ഷേ അവന്റെ ഭൗതികമായ കണ്ണിന് കാഴ്ചയില്ലാത്തതായിരിക്കാം, നീളം കുറവായതുകൊണ്ട് നടക്കുവാനുള്ള പ്രയാസമായിരിക്കാം, ചിലപ്പോ പിന്നെ അദ്ദേഹത്തിന് ചന്നി വരുമെന്ന് പറയുന്നവരുണ്ട്. എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ഏതായിക്കൊള്ളട്ടെ, പൗലോസ് അപ്പോസ്തലൻ അതിനെ നേരിട്ടതായ അത് റിമൂവ് ചെയ്യുവാനായിട്ട് പ്രാർത്ഥിച്ചു. ഒന്നാമതായിട്ട് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്, ഇത് നേരിടണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന ആകുന്നതായ ആയുധം നാം എപ്പോഴും ധരിച്ചിരിക്കണം. പ്രയർ. കാരണം പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്, അതെന്നെ വിട്ടുപോകേണ്ടതിന് 8-ാം വാക്യം, ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. 3 വട്ടം എന്ന് പറയുന്നത് ഒരു പക്ഷേ 3 അല്ല 300 ആയിരിക്കാം. 3 വട്ടം അപേക്ഷിച്ചു എന്ന് പറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ അവിടെ നിർത്തി, കാരണം അദ്ദേഹത്തിന് മറുപടി കിട്ടി. എന്നാൽ അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, പ്രാർത്ഥന നിരന്തരമായി, നമ്മെ ഭാരപ്പെടുത്തുന്ന ഏതെങ്കിലും ശൂലമുണ്ടെങ്കിൽ പ്രാർത്ഥന നിരന്തരമായി നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥനയാകുന്ന ആയുധം ഹല്ലേലൂയ കളഞ്ഞു കുടിക്കരുത്. ഹല്ലേലൂയ. നാം നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്, നിരന്തരമായി ദേവാലയത്തിൽ പോകുന്നുണ്ട്, നല്ല ആളുകളുമായി സമ്പർക്കം പുലർത്തുന്നുണ്ട് എന്നൊക്കെ മാത്രമല്ല, ദൈവത്തോടുള്ള നിന്റെ അപേക്ഷ, ഹല്ലേലൂയ ഹല്ലേലൂയ, നിന്റെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവൻ മറുപടിയുമായിട്ട് കടന്നു വരും. നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. ദൈവത്തിന് ഒരു കാര്യവും എന്തില്ല, അസാധ്യമല്ല. എന്നാൽ ഒരു കാര്യം അസാധ്യമാണ്. എന്താണെന്നറിയാമോ? ദൈവത്തിന് ഒരു കാര്യം അസാധ്യമാണ്. കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം
കണ്ണുനീരിനെ മറികടക്കാൻ മാത്രം നമ്മുടെ ദൈവത്തിനൊക്കത്തില്ല. ആരുടെ? വിശുദ്ധന്മാരുടെ, തന്റെ ഭക്തന്മാരുടെ കണ്ണുനീരിനെ മറികടക്കാൻ അവന് സാധ്യമല്ല. ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതിരിക്കാൻ അവന് കഴിയുകയില്ല. ഹല്ലേലൂയ. നമ്മെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ ഹല്ലേലൂയ, മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചാൽ അവൻ ഉത്തരമായിട്ട് വരും. പൗലോസ് അപ്പോസ്തലൻ 3 വട്ടം പ്രാർത്ഥിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും 3 അല്ല 300 വട്ടം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഇതിലെല്ലാം വാക്യങ്ങളുണ്ട്. ഞാൻ വളരെ വേഗം പറയുകയാണ്. മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കണം, വിശുദ്ധ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണം, കതകുകൾ അടച്ച് പ്രാർത്ഥിക്കണം, വിശുദ്ധമായി പ്രാർത്ഥിക്കണം, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, വിടുതലുണ്ട്. പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, if you have a pain, prayer is one of the option, not one of the options. You must be involved in prayer without any cease. നടത്തു പോകാതെ ഇടവിടാതെ നാം പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. ഹല്ലേലൂയ. അതാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ഭാഗത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഒരുപക്ഷെ ജീവിതത്തിൽ നമുക്ക് പരാജയമായിരിക്കാം, രോഗമാകാം, കടഭാരമാകാം, നിന്ദയും പരിഹാസമാകാം. ഹല്ലേലൂയ. യാക്കോബ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, അതിന്റെ 5-ാം അധ്യായം 13-ാം വാക്യം, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. Is anyone among you in pain? Let him pray എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ശൂലമുണ്ടെങ്കിൽ, കഷ്ടതയുണ്ടെങ്കിൽ, മുള്ളുകൾ ഉണ്ടെങ്കിൽ അവൻ പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധന്മാരെ വിളിച്ചു വരുത്തട്ടെ, ശുദ്ധ തൈലം പൂശി പ്രാർത്ഥിക്കട്ടെ എന്നൊക്കെയും യാക്കോബ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മെ ഭാരപ്പെടുത്തുന്ന, ആത്മീയ ജീവിതത്തിൽ നമ്മെ പിന്നോട്ട് വഹിക്കുന്നതായ, നമ്മെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ ഒന്നാമതായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥന നാം വിട്ടുകളയരുത്. ഹല്ലേലൂയ. അത് നമ്മുടെ ഫലവത്തായ ഒരു ഉപകരണമായി മാറണം. നിരന്തരമായി പ്രാർത്ഥിക്കണം. സ്വർഗം തുറക്കുന്ന താക്കോലാണല്ലോ പ്രാർത്ഥന. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അതിന്റെ 9-ാം വാക്യം, അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. ഈ ഉത്തരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ഈ ഉത്തരം പറഞ്ഞ ആളിനെ പൗലോസ് അപ്പോസ്തലന്റെ പൂർണ്ണമായ സമർപ്പണമാണ്. The second, how to face the thrones in your life. First is prayer and second is submission, സമർപ്പണം. ഇപ്പം എങ്ങനെ എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയെ തികഞ്ഞു വരുന്ന പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തണമെങ്കിൽ അത് പറഞ്ഞ ആളിനിൽ പൂർണ്ണമായ വിശ്വാസമാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയും, നീ എന്തുകൊണ്ട് എൻ്റെ ചേട്ടൻ പറഞ്ഞു അവിടെ പോകണ്ട. അപ്പൊ ആ ചേട്ടനിലുള്ള വിശ്വാസം കൊണ്ടാണ് നാം അവിടെ പോകാത്തത്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്നാൾ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അവിടെ പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആ ഡിസിഷൻ എടുത്തു. പൂർണ്ണമായ പറഞ്ഞ ആളിലുള്ള പൂർണ്ണമായ സമർപ്പണം. ഇതാരാണ് പറഞ്ഞത്? അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ആ ഉത്തരത്തിൽ മാത്രമല്ല, ആ ഉത്തരം കൊടുത്തതായ ദൈവത്തിൽ പരിപൂർണമായി സമർപ്പിക്കുകയാണ്. കാരണം അവൻ എൻ്റെ ഉപനിധി, അവൻ എന്നെ പൂർണ്ണമായി സൂക്ഷിക്കുവാൻ ശക്തനാണ്. പൗലോസ് അപ്പോസ്തലന്റെ ഈ ലേഖനങ്ങളിൽ മാത്രമല്ല, റോമാലേഖനത്തിലൊക്കെയും ഇതുപോലെയുള്ള വാഗ്ദത്തങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പൗലോസ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് അനേക വാക്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളെല്ലാവരും വചനത്തിൽ വളരെ വളരെ പ്രാവീണ്യമുള്ളവരാണല്ലോ. അതുകൊണ്ട് വിധേയപ്പെടുക. പ്രാർത്ഥന മാത്രമല്ല, ആ പ്രാർത്ഥിക്കുന്ന ആളിനിൽ വിധേയപ്പെടുക. പൗലോസ് അപ്പോസ്തലനോട് വിധേയപ്പെടുകയാണ്. അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ വേണമെങ്കിൽ ചിന്തിക്കാം, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനാണ്, അതൊക്കെയും മുൻപാകെ പറയുന്നുണ്ട്. ഞാൻ എല്ലാരേക്കാളും നിന്റെ സഭയ്ക്ക് വേണ്ടി അനേക ഉപദ്രവങ്ങൾ നേരിട്ടിട്ടുണ്ട്, പട്ടിണിയുണ്ട്, കപ്പച്ചേതത്തിൽ അകപ്പെട്ടിട്ടുണ്ട്, കൂട്ടുകാരെന്നുള്ള ആപത്തുണ്ട്, സഭാമക്കൾ എന്നുള്ള ആപത്തുണ്ട്, പൈതാഹമുണ്ട്, കപ്പച്ചേതത്തിൽ അകപ്പെട്ടു. അതുകൊണ്ട് എനിക്കിത് മാറ്റണമെന്ന് പറയാം. എന്നാൽ ഹല്ലേലൂയ, പൂർണ്ണമായ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിന് ദൈവസന്നിധിയിൽ നിൽക്കുന്നതിന് തടസ്സമായിട്ടുള്ള എന്തെങ്കിലും ഹല്ലേലൂയ അഹം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ അത് മാറ്റിക്കളയണം. പൂർണ്ണമായി ദൈവസന്നിധിയിൽ ഈ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അതിന് സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളെ മുള്ളുകളിൽ നിന്ന് നമുക്ക് സ്വയം വിടുതൽ കിട്ടുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ഈ സമർപ്പണത്തിൽ കൂടി നമുക്ക് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമ്മുടെ നിഗളിക്കാതിരിക്കാൻ, കാരണം അവിടെ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അവൻ തന്നെ അനലൈസ് ചെയ്തിട്ട് പറയുക, ഈ ശൂലം എന്ന് പറയുന്നത്
ഒരുപക്ഷെ സാത്താന്റെ ഒരു പരിപാടിയായിരിക്കാം. പക്ഷേ ഞാൻ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി അങ്ങനെ പരിപൂർണമായിട്ട് ദൈവസന്നിധിയിൽ ഈ പൗലോസ് അപ്പോസ്തലൻ സമർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ സമർപ്പണമുള്ള തലങ്ങളുണ്ടെങ്കിൽ, സമർപ്പണമില്ലാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, ശാന്തമായി നമുക്ക് ഈ വചനത്തിന് മുൻപിൽ കർത്താവേ നിന്റെ കൃപ എനിക്ക് മതി, എന്നാൽ അത് ലഭ്യമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ എനിക്ക് വരം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്നിൽ പൂർണ്ണമായി സമർപ്പിക്കുവാൻ വരം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പിറുപിറുപ്പില്ലാതെ, ഹല്ലേലൂയ, എല്ലാം സഹിക്കുന്ന സഹനത്തിന്റെ ഒരു ജീവിത ശൈലിയായിരിക്കണം ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി രേഖപ്പെടുത്തേണ്ടത്. സഹനത്തിൻ്റെതായ എന്ത് പ്രയാസമുണ്ടെങ്കിലും ഹല്ലേലൂയ സഹനത്തിൻ്റെതായ ഒരു ശൈലി നാം എപ്പോഴും സ്വീകരിക്കണം. ഹല്ലേലൂയ. എന്തുകൊണ്ട്, എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇത് വന്നു എന്ന് ചിന്തിച്ച് പിറുപിറുത്ത് ജീവിത നിരാശയിലേക്ക് നയിപ്പാനല്ല, അത് സഹിച്ച് ഹല്ലേലൂയ ഉടയവനിലുള്ള സമർപ്പണത്തിൽ കൂടി അതിൽ നിന്ന് വിടുതൽ കിട്ടും. മൂന്നാമതായിട്ട് എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ പിന്നെ പറയുന്ന വാക്യമാണ് നമ്മെ ധൈര്യപ്പെടുത്തുന്നത്. അതിന്റെ 10-ാം വാക്യം, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഫോർ വെൻ ഐ ആം വീക്ക് then I am strong. When I am weak I am strong എന്ന് പറയുമ്പോൾ തൻ്റെ ശൂലമല്ല ഇപ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ നിൽക്കുന്നത്, ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ റൈസ് എബോവ് ദ വീക്ക്നെസ്. അതാണ് മൂന്നാമതായിട്ട് നമ്മുടെ ബലഹീനതകളെ എല്ലാം തരണം ചെയ്യുന്നതിന്, അതിനെയെല്ലാം നമുക്ക് കീഴ്പ്പെടുത്തുന്നതായ ഒരനുഭവം എപ്പോഴും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവിതത്തിൽ നമുക്കറിയാമല്ലോ, ഭൗതികമായ അല്ലെങ്കിൽ ഫിസിക്കലി ചലഞ്ചിലായിട്ടുള്ള പല ആളുകൾ ഔന്നത്യത്തിലേക്ക് പോകുന്നത് ഒരുപക്ഷെ അവിടെ കൈകളുടെ വളർച്ചയില്ലാത്തതായിരിക്കാം, കാലുകളുടെ വളർച്ചയില്ലാത്തതായിരിക്കും. എന്നാൽ അതിനെയെല്ലാം കീഴ്പ്പെടുത്തിക്കൊണ്ട് ഉന്നതമായ ജീവിതത്തിലേക്ക് കടന്നു കയറി പൂർണ്ണ ആരോഗ്യമുള്ളവർക്ക് പോലും സാധിക്കുവാൻ വയ്യാത്ത അനേക കാര്യങ്ങൾ അവർ സാധ്യമാക്കുവാനുള്ള കാരണം അതിനെ കീഴ്പ്പെടുത്തുന്നത് കൊണ്ടാണ്. അതിനെ കീഴ്പ്പെടുത്തുന്നതിനാണ് ദൈവത്തിന്റെ കൃപ. അതുകൊണ്ടാണ് ഞാൻ കൃപയെക്കുറിച്ച് ആദ്യമേ തന്നെ 3 കാര്യങ്ങൾ പറഞ്ഞത്. God's grace is sufficient for you all your needs. God's grace is sufficient for you to remove your sin, and God's grace is sufficient for you to reach you the eternal. Hallelujah. നിത്യതയിലേക്ക് നമ്മെ വഴി നടത്തും. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ബലഹീനത നമുക്ക് കീഴ്പ്പെടുത്തണം. റൈസ് എബവ് പ്രയർ, സബ്മിഷൻ ആൻഡ് റൈസ് എബവ്. നമ്മുടെ ബലഹീനതകളെ കീഴ്പ്പെടുത്തിയിട്ട് ഉന്നതമായ ഒരു ജീവിതത്തിലേക്കുള്ള ഒരു ജീവിതത്തിന്റെ അനുഭവം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഇനിയും എനിക്ക് പട്ടിണിയല്ല, ദാഹമല്ല, തടവിലായിരിക്കാം. നമുക്കറിയാം പൗലോസ് അപ്പോസ്തലന്റെ അവസാന ജീവിതത്തിൽ പുതയ്ക്കുവാൻ തണുപ്പ് തടവിലായി കിടക്കുമ്പോൾ, റോമാ ഗവൺമെന്റിന്റെ തടവറയിലായിരിക്കുമ്പോൾ കോരിച്ചൊരിയുന്ന തണുപ്പത്ത് പുതയ്ക്കുവാൻ ഒരു പുതപ്പ് പോലുമില്ല എന്ന് തൻ്റെ മകനോട്, തൻ്റെ പ്രിയ മകനായ തിമോഥെയോസിന് കൊടുക്കുന്ന എഴുത്തിൽ പറയുന്നു, നീ വരുമ്പോൾ ഒരു പുതപ്പ് കൂടെ കൊണ്ടുവരണം. വലിയ കപ്പൽ പ്രമാണിയുടെ മകനായിരുന്നു, പരീശനായിരുന്നു, റോമാ പൗരത്വം വളരെ ചെറുപ്പത്തിലെ ലഭിച്ചവനായിരുന്നു. എങ്കിലും ക്രിസ്തുവിനു വേണ്ടി എല്ലാം നിന്നയൊന്നും ചപ്പും ചവറും എണ്ണുവാനുള്ള കാരണം അവന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അവൻ ഫേസ് ചെയ്തതാണ്. പ്രാർത്ഥന മൂലം, സമർപ്പണം മൂലം, അതുപോലെ എല്ലാ ബലഹീനതകളെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് ഉന്നതമായ ജീവിതത്തിലേക്ക് പൗലോസ് അപ്പോസ്തലൻ കടന്നുപോയി. നമ്മുടെ ജീവിതത്തിലും മുള്ളുകളും ശോധനകളും കടന്നു വരാം. ഈ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പ്രാർത്ഥന, സമർപ്പണം, എല്ലാത്തിനെയും ബലഹീനതയെ കീഴ്പ്പെടുത്തുക. നമുക്ക് ബലഹീനതകൾ ഉണ്ടാകാം. ആ ബലഹീനത മാറിയിട്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാനായിട്ട് കഴിയുകയില്ല. അല്ലെങ്കിൽ ആ ബലഹീനതയെ നമുക്ക് കീഴ്പ്പെടുത്താം. അതിനെ കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ചിന്തയുണ്ടായിരിക്കണം, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ, ആ കൃപയിലുള്ള ആവരണം. ഹല്ലേലൂയ. അങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ ഇതിനെ നേരിടുന്നത്. ഹല്ലേലൂയ. നാം വീക്കാണെങ്കിൽ നമ്മെ സ്ട്രോങ് ആക്കുന്ന ദൈവത്തിന്റെ കൃപ, നമുക്ക് ഒന്നുമില്ലെങ്കിലും നമുക്ക് എല്ലാം തരുന്ന ധനവാനായ ദൈവത്തിന്റെ കൃപ, നമ്മൾ ദരിദ്രരാണെങ്കിൽ നമ്മെ ധനവാനാക്കുന്ന ധനവാനായ ക്രിസ്തു, നാം ദരിദ്രരായിരിക്കുമ്പോൾ തന്നെ നമ്മെ ധനവാനാക്കുവാൻ ഹല്ലേലൂയ സമ്പന്നനായ ദൈവം ദരിദ്രനായി തീർന്ന ദൈവത്തിന്റെ കൃപ ഓർത്തുള്ളൂ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.
ഇതാണ് ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. ഈ കൃപയ്ക്ക് വേണ്ടിയാണ് നാം പോരാടേണ്ടത്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ കൃപ നിനക്ക് മതി. God's grace is sufficient for you for all your needs. God's grace is sufficient for you to remove your sin. God's grace is sufficient for you to reach eternal. എങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ ഈ മുള്ളിനെ ഫേസ് ചെയ്തത്, ഈ ശൂലത്തെ ഫേസ് ചെയ്തത്? ഒന്നാമതായിട്ട് പ്രാർത്ഥന മൂലം, രണ്ടാമതായിട്ട് ആ പ്രാർത്ഥിച്ചവനോടുള്ള പരിപൂർണമായ സമർപ്പണം മൂലം, മൂന്നാമതായിട്ട് ആ കൃപ ലഭിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാത്തിനെയും കീഴ്പ്പെടുത്തി റൈസ് എബവ്, അതിനേക്കാൾ ഉന്നതമായ ഒരു ജീവിതത്തിലേക്ക് നടന്നു കയറുന്ന പൗലോസ് അപ്പോസ്തലൻ ഇന്നും നമുക്ക് മാതൃകയാണ്. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ലെന്നല്ല, അതിനെ തരണം ചെയ്യുവാൻ ദൈവത്തിന്റെ കൃപ നമുക്ക് തരും. അതിന് പ്രാർത്ഥനയും സഹനവും എല്ലാവരെയും കീഴ്പ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതശൈലിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മെ സഹായിക്കട്ടെ.